നല്ലൊരു സിനിമ കേട്ടോ. നല്ലൊരു വിഷയം ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു വിവാദമാകാനൊക്കെ സാധ്യതയുണ്ട്. ഇന്നലെ ഒരു പടത്തിന്റെ പേര് മാറ്റിയെന്ന് വലിയ പ്രശ്നമായിരുന്നു. ഇത് വേറൊരു സമയം എടുത്തിട്ട് അലക്കുവാണ്. ഒരു വലിയൊരു പത്രത്തിനെയൊക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു പടം. ആദ്യത്തെ അരമണിക്കൂർ ശകലിലായിരുന്നു. അത് കഴിഞ്ഞ് പടം നന്നായിട്ട് പോയിട്ടുണ്ട്. ലാലുവിൻ്റെ അടിപൊളിയായിട്ടുണ്ട്. നല്ല റോളാണ് ലാലു ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു തമാശ പടം, ചിരിക്കാനുണ്ട്. ഒരു കാലിക പ്രസക്തിയുള്ള ഒരു സിനിമ. കുഴപ്പമില്ല, നല്ല പടം. നല്ല അവർക്ക് അടിപൊളി. പക്ഷേ ഏറ്റവും നല്ലത് ലാലു കുറേ നാൾ കൂടി നല്ലൊരു വ്യത്യസ്തമായ റോള് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ല പടം തന്നെയാണ്. ചിരിക്കാനുണ്ട്, നല്ലപോലെ ചിരിക്കാനുണ്ട്. വിഷ്ണു നികൃഷ്ണൻ, ബിബിൻ ജോർജും തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം, അതേപോലെ തന്നെ അശോകൻ ചേട്ടൻ, അലൻസിയർ, ലാലു ലക്സ് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നല്ലൊരു കഥാപാത്രം. പിന്നെ മതത്തിനെ ഒരു കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് അത്. എല്ലാ മതങ്ങളിലും അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ് എന്നുള്ള ഒരു സൂചനയും കൂടി കാണിച്ചിട്ടുണ്ട്. നല്ല കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സന്തോഷം. നല്ല ഗംഭീരമായിട്ട്. Ma'am, how was the experience? It was very nice. I really liked the movie. Sir, are you seeing yourself in screen with the Malayalam audience? I was really very excited because this is my first Malayalam movie, so it was really overwhelming and really nice to see. Anyway, it was awesome. Thank you. നല്ല സൂപ്പർ പടം, കണ്ടിരിക്കാം. ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. നല്ല വെറൈറ്റി പട, അടിപൊളി സംഭവം. എങ്ങനെയാണ് ആ കോമ്പോ ഇഷ്ടമായിട്ട് കോമ്പോ ഫിലിമിന്റെ ലെവലിൽ നോക്കുമ്പോൾ പടം വളരെ വ്യത്യാസമാണ്. നമുക്ക് എല്ലാ വിശ്വാസം വേണം, അധികം ആകരുത് കേട്ടോ. അതാണ് ഈ പിക്ചറിന്റെ ഒരു കോമഡി കൊണ്ട് വളരെ മനോഹരമായ ഒരു വിവിന്റെ വ്യത്യസ്തമായ കഥാപാത്രം. പടം എങ്ങനെയുണ്ട് ചേട്ടാ? പടം എങ്ങനെയുണ്ട് ചേട്ടാ? പടം എങ്ങനെയുണ്ട്? നല്ല